വിഷു സ്പെഷ്യലായിട്ട് നമുക്കൊരു പായസം റെഡിയാക്കിയാലോ? ഇതെൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പി ആട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ഐറ്റം ഇങ്ങനെ ഇത്ര ടേസ്റ്റിൽ കിട്ടുമെന്ന്. എപ്പോഴും പഴവും പരിപ്പും കഴിച്ച് മടുപ്പ് തോന്നിയിട്ടില്ലേ? എന്നാൽ ഈ ഒരു വിഷുവിന് പായസം മാറ്റി പിടിച്ചാലോ? അപ്പോൾ ഈ ഒരു ഐറ്റമാണ് നമ്മൾ പായസത്തിന് വേണ്ടി റെഡിയാക്കുന്നത്. മത്തങ്ങ വേവിക്കാനായിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി വേവിച്ചെടുക്കണം. മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. 1-ാം പാലും 2-ാം പാലും നന്നായി വേണം. 1.5 നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. അത് 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം. മധുരത്തിനായിട്ട് ഇനി ശർക്കര എടുക്കാം. ഇത് 3/4 കിലോയുടെ അടുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അധികം വെള്ളം ചേർക്കാതെ പാനിയാക്കിയെടുക്കാം. ഇത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അത് ഒട്ടുന്ന പരിവാകുമ്പോൾ നമുക്ക് പാവ് കാച്ചിയത് കറക്റ്റായി എടുത്തു മാറ്റാം. ഇനി നമ്മുടെ മത്തങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നന്നായി ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഉടച്ചെടുത്തതിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുറച്ച് വറ്റി വരുമ്പോൾ നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. അത് കൊടുത്ത് നന്നായി വറ്റിച്ച് എടുക്കണം. ഇത് നന്നായി വറ്റി വരുമ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അരിപ്പൊടി 2 ടീസ്പൂൺ അരിപ്പൊടി കട്ടയൊന്നുമില്ലാതെ ഉടച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ഒരുവിധം കട്ടിയാകും. അരിപ്പൊടിയും ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ചുക്കും ഒരു 5-6 കഷ്ണം ഏലക്കായും ഇട്ട് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തതാണിത്. അതിതിൻ്റെ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നാളികേരപ്പാൽ നമ്മൾ 1-ാം പാലെടുത്ത് മാറ്റി വെച്ച മുഴുവൻ നാളികേരപ്പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് തിളയ്ക്കരുത് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടൂ. നന്നായി മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി താളിച്ച് ചേർക്കാനായിട്ട് നെയ്യിലാണ് താളിച്ച് ചേർക്കുന്നത്. അതിന് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷുവിന് നിങ്ങളേത് പായസം ഉണ്ടാക്കുന്നത് അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ റെഡിയായി. നമ്മുടെ സൂപ്പർ ടേസ്റ്റി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും.
അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ കാണാം.